ഗുഡ് മോർണിംഗ് മക്കളെ, എന്താണ് വിശേഷമൊക്കെ? നമ്മൾ നമ്മുടെ എക്സസൈസ് കണ്ടിന്യൂ ചെയ്യുവാണ്. പേജ് നമ്പർ 10, ക്വസ്റ്റ്യൻ നമ്പർ 3. ഓരോ ക്വസ്റ്റ്യൻസും വ്യത്യാസമാണ് കേട്ടോ. പക്ഷെ നമുക്ക് ഈസി ആയിട്ട് അതിൽ ഇക്വേഷൻ ഉണ്ടാക്കാം, സോൾവ് ചെയ്യാം. ഓക്കെ. The perimeter of a rectangle, perimeter. The perimeter of a rectangle is 40 centimeter and one side is 8 centimeter longer than the other. Calculate the length of side. Longer. നമ്മളത് പഠിക്കാൻ പറഞ്ഞു, കമ്പയർ ചെയ്ത് പറയുമ്പോൾ അല്ലേ, മോർ ടൈംസ് ലോങ്ങർ അങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ നമുക്ക് ഒറ്റ വേരിയബിൾ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, നമുക്കിവിടെ നോക്കാവേ. എന്നൊക്കെ തന്നിരിക്കുന്ന പെരിമീറ്റർ തന്നിട്ടുണ്ട്. പെരിമീറ്റർ അറിയാമല്ലോ നിങ്ങൾക്ക്. എന്താ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ? ചുറ്റളവ്. പെരിമീറ്റർ 40 സെന്റിമീറ്റർ. പിന്നെ കൂട്ടത്തിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, പെരിമീറ്റർ റെക്ടാങ്കിളാണ്. റെക്ടാങ്കിളിന്റെ പെരിമീറ്ററിന്റെ ഫോർമുല വേണം ഇവിടെ. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ പല സ്ഥലത്ത് അപ്ലൈ ചെയ്യണം. ഇവിടെ ആ ഫോർമുല അറിഞ്ഞിരിക്കണം. എന്താ പെരിമീറ്ററിന്റെ റെക്ടാങ്കിളിന്റെ പെരിമീറ്ററിന്റെ ഫോർമുല എന്താണ്? 2 × L + B. ഓർക്കുന്നുണ്ടോ? ലെങ്തും ബ്രെഡ്ത്തും കൂടെ കൂട്ടിയിട്ട് അതിനെ ഇതല്ലേ റെക്ടാങ്കിള്. സ്ക്വയറിന്റെ ഓർക്കുന്നുണ്ടോ മക്കളെ? 4a. 4 സൈഡ് സെയിം ആയിട്ട്. പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുമുള്ള അളവാ. ചുറ്റളവ്, മലയാളത്തിൽ പറഞ്ഞാൽ ചുറ്റളവ്, ചുറ്റുമുള്ള അളവ്. അതായത് 2 ലെങ്തും 2 ബ്രെഡ്ത്തും, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 4 സൈഡ്, അത്രേ ഉള്ളൂ. എല്ലാം ഒരുപോലെ ആയതുകൊണ്ട്. അപ്പൊ ഈ ഫോർമുല ഒന്ന് അറിഞ്ഞിരിക്കണം. എന്താണ്? 2 × L + B. പെരിമീറ്റർ തന്നിട്ടുണ്ട്. പിന്നെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. വൺ സൈഡ് ഈസ് 8 സെന്റിമീറ്റർ ലോങ്ങർ ദാൻ ദ അതർ. ഇത് ലെങ്ത് ആണോ ബ്രെഡ്ത്ത് ആണോ ഒന്നും തന്നിട്ടില്ല. നമുക്ക് ഓൾറെഡി അറിയാം, ഒരു റെക്ടാങ്കിൾ ആണെങ്കിൽ അല്ലേ, റെക്ടാങ്കിൾ ആണെങ്കിൽ ലോങ്ങർ സൈഡിനെ നമ്മൾ ലെങ്ത് എന്നും ഷോർട്ടർ സൈഡിനെ, റെക്ടാങ്കിൾ എന്ന് പറയുമ്പോൾ ഒരു വലിയ സൈഡ്, ഒരു സൈഡ്, രണ്ട് വലിയ സൈഡും 2 ചെറിയ സൈഡും വേണം. അപ്പൊ നമ്മൾ എപ്പോഴും വലിയ സൈഡിനെ ലെങ്ത് എന്നും ചെറിയ സൈഡിനെ ബ്രെഡ്ത്ത് എന്നുമാണ് നമ്മൾ എടുക്കുന്നത് നോർമലായിട്ട്. അപ്പൊ ഇവിടെ അവർ പറഞ്ഞിരിക്കുന്ന ലോങ്ങർ സൈഡ്. അപ്പൊ ലോങ്ങർ സൈഡിനെ നമുക്ക് എന്തായിട്ട് നോക്കാം? എല്ലായിട്ടും ഷോർട്ടർ സൈഡിനെക്കാട്ടി കൂടുതലാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ ലെങ്തും ഉണ്ട് ബ്രെഡ്ത്തും ഉണ്ട്. ഞാൻ അപ്പൊ എഴുതുവാണ്, ലെങ്തും ഉണ്ട് ബ്രെഡ്ത്തും ഉണ്ട്. ഓക്കെ, എല്ലും ബിയും. ഇവരെന്താ പറഞ്ഞിരിക്കുന്നത്? ലോങ്ങർ സൈഡ് ഈസ്, വൺ സൈഡ് ഈസ് 8 സെന്റിമീറ്റർ ലോങ്ങർ ദാൻ ദ അതർ. മറ്റതിനെക്കാട്ടിൽ 8 സെന്റിമീറ്റർ കൂടുതലാണ്. മറ്റേതിനെക്കാട്ടിൽ ഏതായിരിക്കും? അപ്പൊ നമ്മുടെ ഷോർട്ടർ സൈഡ് എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത് തന്നെയായിരിക്കും ഷോർട്ടർ സൈഡ്, ലെങ്ത് ആയിരിക്കും ലോങ്ങർ സൈഡ്. ഈ ഷോർട്ടർ സൈഡിനെക്കാട്ടി 8 സെന്റിമീറ്റർ കൂടുതലാണ്. അപ്പൊ ഞാൻ ആർക്ക് എക്സ് എന്ന് കൊടുക്കണം? ചെറുതിനേക്കാൾ കൂടുതലാണ് എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ ചെറുതിന് വേണം വാല്യൂ എക്സ് എന്ന് കൊടുക്കാൻ. മനസ്സിലായോ മക്കളെ? ലെറ്റ് ബ്ലസ്സിയും ചെയ്യുക. മനസ്സിലായോ ഞാൻ എക്സ് എന്തുകൊണ്ട് ബ്രെഡ്ത്തിന് കൊടുത്തെന്ന്? മനസ്സിലായോ? അവര് പറയുവാണ്, ചെറിയ സൈഡിനേക്കാൾ 8 സെന്റിമീറ്റർ കൂടുതലാണ് വലിയ സൈഡ്. ചെറുതിനേക്കാൾ. നമ്മളിവിടെ ചെറുതെന്ന് പറയുന്നത് ബ്രെഡ്ത്താണ് അല്ലെ, റെക്ടാങ്കിളിന്റെ കേസിൽ ബ്രെഡ്ത്താണ് ചെറുത്. അതുകൊണ്ട് ഞാൻ ബ്രെഡ്ത്തിന് എക്സ് എന്ന് കൊടുത്തു. അതിനെക്കാട്ടി എത്ര സെന്റിമീറ്റർ കൂടുതൽ? 8 സെന്റിമീറ്റർ കൂടുതൽ. കൂടുതൽ എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്. അപ്പൊ നമുക്ക് ലെങ്തിന്റെ സ്ഥാനത്ത് തന്നെ എഴുതാം, ബ്രെഡ്ത്തിനേക്കാൾ. ഇപ്പൊ ബ്രെഡ്ത്ത് എഴുതി, അതിന്റെ കൂടെ 8 സെന്റിമീറ്റർ കൂടുതൽ. മനസ്സിലായോ മക്കളെ കണ്ടീഷൻ എഴുതിയത്? മനസ്സിലായോ? അപ്പം ചെറുതിനേക്കാൾ 8 സെന്റിമീറ്റർ കൂടുതലാന്ന് പറഞ്ഞപ്പോൾ ചെറുതിന് നമ്മൾ എക്സ് എന്ന് കൊടുത്തു. ചെറുത് ഓൾവേസ് എക്സ് ആയിരിക്കും, ബ്രെഡ്ത്ത് ആയിരിക്കും. അപ്പം അത് എക്സ്, അതിനെക്കാട്ടി കൂടുതൽ. പിന്നെ ഇനി എങ്ങനെ നമ്മൾ സൈഡ് കണ്ടുപിടിക്കും? എന്തെങ്കിലും ഇതിനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റി എന്തെങ്കിലും കണ്ടീഷൻ തന്നിട്ടുണ്ടോ? ഉണ്ടല്ലോ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 40 ആണെന്ന്. ഉണ്ടെ നമ്മൾ എന്ത് ചെയ്യുക? പെരിമീറ്ററിന്റെ ഫോർമുല ആക്കിയതോട്ട് ഇതൊക്കെ ഇട്ട് കൊടുക്കുക. ഓക്കെ, അവര് പറഞ്ഞു പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 × L + B ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആൻസറും അവർ തന്നിട്ടുണ്ട്. എത്രയാണ്? എപ്പോഴും നമുക്കൊരു ആൻസർ തന്നിട്ടുണ്ടെങ്കിൽ, എന്തിൻ്റെങ്കിലും ആൻസർ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോണം, അതിന്റെ ഫോർമുലക്കകത്തോട്ട് ഇട്ട് ഇക്വേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അവർ ചോദിച്ചിരിക്കുന്ന ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായ മക്കളെ? ഇതൊക്കെയാണ് മാത്സിൽ ഇങ്ങനെ കണ്ടിന്യൂസ്, അതായത് മാത്സിൽ ഇങ്ങനെ അവർ തന്നെ ക്ലൂസ് ഇട്ട് തന്നിട്ടുണ്ടാകും. മാത്സിന്റെ പ്രോബ്ലത്തിൽ തന്നെ നമുക്കുള്ള ആൻസറിന്റെ ക്ലൂസ് ഉണ്ടായിരിക്കും. നമ്മൾ അതൊന്നും വേർതിരിച്ചറിഞ്ഞാൽ മതി. ഇപ്പൊ ഒരു കാര്യം ഇതാണ്, എന്തെങ്കിലും ആൻസർ തന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ, ഇവിടെ പെരിമീറ്റർ എന്ന് പറഞ്ഞ ആൻസർ ആണ്, ചുറ്റളവ് തന്നിട്ടുണ്ട്. ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഫോർമുല എടുത്തിട്ട് അതിനകത്തോട്ട് ഫോർമുല എഴുതുക. അത് = ആൻസർ എഴുതുക. നമുക്ക് ഇതിന് ഓരോന്നിനും വാല്യൂ കൊടുത്താൽ മതിയല്ലോ. ദാറ്റ് = 2 × L എന്നാ നമ്മൾ എഴുതിയിട്ടുണ്ട്, ലെങ്ത്. അപ്പൊ എല്ലിന് പകരം ഞാൻ എന്നാ എഴുതും? x + 8. ഓക്കെ, ഈ സൈൻ പ്ലസ്. ഇനി ബ്രെഡ്ത്തിന് പകരം എന്താന്ന് എഴുതിയിട്ടുണ്ട് മക്കളെ?
എക്സ് എന്ന് എഴുതിയിട്ടുണ്ട് ഇസ് ഈക്വൽ ടു 40. കണ്ടോ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കണ്ടോ, എല്ലിനും ബിക്കും നമ്മൾ വേരിയബിൾസ് കൊടുത്തായിരുന്നു, അത് വെച്ച് ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, നമുക്കിനി 2 ഇൻറ്റു ഇവിടെ 2 എക്സ് ഉണ്ടല്ലോ, എക്സ് തമ്മിൽ ആഡ് ചെയ്യാം. അപ്പൊ എത്ര വരും? എക്സ് പ്ലസ് എക്സ് 2x. 8ൻ്റെ കൂടെ ആഡ് ചെയ്യാൻ ആരില്ലാത്തതുകൊണ്ട് 8 അതുപോലെ തന്നെ എഴുതി ഈസ് ഈക്വൽ ടു 40. ഇത്രയും മനസ്സിലായില്ലേ മക്കളെ? ഞാൻ ക്വസ്റ്റ്യൻസ് ഒന്ന് റബ്ബ് ചെയ്യട്ടെ, ഇത്രയും മാറ്റാം. ഓക്കെ, ഇതുണ്ടോ 2 ഇൻറ്റു 2x പ്ലസ് 80. ഓക്കെ, നമുക്ക് ഇങ്ങനെയാണ് കിടക്കുന്നത്. 2 ഇൻറ്റു 2x പ്ലസ് 80 ഈസ് ഈക്വൽ ടു 40. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എക്സിന്റെ വില കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ എക്സിനെ ഒറ്റയ്ക്കാക്കാനുള്ള ശ്രമമാണ്. അപ്പൊ ഓരോരുത്തരെ എന്ത് ചെയ്താൽ മതി? ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. അപ്പൊ ഇവിടുന്ന് ആരെ ആദ്യം കൊണ്ടുവരും? ആരെ കൊണ്ടുവരും? ഇപ്പൊ ഇതൊരു ബ്രാക്കറ്റിൽ കിടക്കുന്നത് കൊണ്ട് അവർ ഒരുമിച്ചാണ് കിടക്കുന്നത്, അതുകൊണ്ട് വെളിയിൽ കിടക്കുന്ന ആളെ ആദ്യം കൊണ്ടുപോകും. വെളിയിൽ ആരാ കിടക്കുന്നത്? 2നെ ഇങ്ങോട്ട് കൊണ്ടുപോകും. അതിനു മുമ്പ് ആര് ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഇല്ല പ്രശ്നമില്ല, നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുപോകായിരുന്നു. പക്ഷെ ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട്, അതുകൊണ്ട് ബ്രാക്കറ്റ് ഒരുമിച്ച് കിടക്കുന്നതായതുകൊണ്ട് അവരെ ലാസ്റ്റ് ചെയ്താൽ മതി. അതിനകത്തുള്ള കാൽക്കുലേഷൻ ലാസ്റ്റ് ചെയ്യുക, കൊണ്ടുപോകും. ഇതിനകത്ത് എന്ത് ചെയ്യണം? ഇവരെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. 2നെ കൊണ്ടുപോകും. ഇവിടെ 2 എന്ത് ചെയ്യുമായിരുന്നു മക്കളെ? എന്ത് ചെയ്യുക? 2 ഇൻറ്റു, അതായത് 2 ഇനി ബ്രാക്കറ്റ് ആണ്, ഇൻറ്റു എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ ഇൻറ്റു ആണ്, അപ്പൊ ഇപ്പുറത്ത് വരുമ്പോൾ എന്നാകും? ഡിവിഷൻ. അപ്പൊ നമുക്ക് ബാക്കിയുള്ളവരെ എഴുതാം. ഇവിടെ ആര് കിടപ്പുണ്ട്? 2x പ്ലസ് 8 ഈസ് ഈക്വൽ ടു കിടപ്പുണ്ട്. 40 അവിടെ കിടക്കുന്ന ആളാണ്. 40 ആദ്യം എഴുതി, 2 ഇങ്ങോട്ട് വന്ന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ആൻസർ എത്ര കിട്ടി? 20. അപ്പൊ നമുക്ക് കിട്ടിയല്ലോ 2x പ്ലസ് 8 ഈസ് ഈക്വൽ ടു എന്നാന്ന് കിട്ടി? 20. ഡിവൈഡ് ചെയ്ത കാര്യം എഴുതി. ഓക്കെ, ഇനി നോക്കി, ഇനി എക്സിനെ ഒറ്റയ്ക്കാക്കണം. വേണ്ടേ? എക്സിനെ ഒറ്റയ്ക്കാക്കണ്ടേ? അപ്പൊ എക്സ് അവിടെ കിടക്കട്ടെ, കൂടെയുള്ള 8നെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പൊ 2x ഇവിടെ കിടക്കുവാണ്. ഇനി 8 ഇവിടെ എന്നാ എടുക്കുമായിരുന്നു? പ്ലസ് ആണ്. അപ്പൊ അപ്പുറത്ത് 8 വരുമ്പോൾ എന്നാകും? മൈനസ്. ഇതാണ് നമ്മുടെ ഇസീക്വലിന്റെ അപ്പുറത്ത് പോകുമ്പോൾ കാൽക്കുലേഷൻ ഫുൾ മാറും. അതായത് ഇവിടുത്തെ സൈൻ നേരെ ഓപ്പോസിറ്റ് പോയി അവർ അവിടെ ചെയ്യണം. അപ്പൊ ഇവിടെ ആര് കിടപ്പുണ്ട്? 20 ആദ്യം എഴുതിയതിന് ശേഷം മാത്രം മതി നമുക്ക് ഇവിടുന്ന് പോകുന്നവരെ എഴുതുന്നത്. ഇവിടുന്ന് +8 ആയിരുന്നു, അപ്പുറത്ത് പോയി -8 ആയി. ആൻസർ എത്ര കിട്ടി? 12. നമുക്കിപ്പോ എന്നാ കിട്ടി? 2x ഇസ് ഈക്വൽ ടു 12 എന്ന് കിട്ടി. ഇനി എക്സിനെ ഒറ്റയ്ക്കാക്കത്തില്ലേ? എക്സിന്റെ ഇവിടെ കിടക്കുന്ന 2നെ ഇപ്പുറത്ത് കൊണ്ടുപോകുന്നു. 2 ഇവിടെ എന്നായി വരുന്നു? 2x എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡ് ചെയ്യും. ദാറ്റ് ഈസ് ഈക്വൽ ടു 12 ആദ്യം എഴുതുന്നത്. ഞാൻ എപ്പോഴും പറയാം, അവിടെ കിടക്കുന്നവർക്കാണ് അധികാരം കൂടുതൽ, അത് കഴിഞ്ഞുള്ള വരുന്നവർക്ക് അതിനകത്ത് വെച്ചാൽ ചെയ്യാനുള്ളത്. അപ്പൊ 12 ആദ്യം എഴുതുക. 2 ഇവിടുന്ന് മൾട്ടിപ്ലൈ, ഇവിടുന്ന് ഡിവിഷൻ. 12 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 6. അപ്പൊ എക്സിന്റെ വാല്യൂ കിട്ടി മക്കളെ. എക്സ് എന്നതായിരുന്നു നമ്മുടെ, ഓർക്കുന്നുണ്ടോ? ഞാൻ ഇവിടെ എഴുതാവേ. ബ്രെഡ് ആയിരുന്നു, നമ്മൾ ആദ്യം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ബ്രെഡ് ആയിരുന്നു എക്സ്. ബ്രെഡ് എത്ര കിട്ടി? 6 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇനി നമുക്ക് ലെങ്തും ഉണ്ട്. ലെങ്ത് എത്രയായിരുന്നു? ലെങ്തിന്റെ കണ്ടീഷൻ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. എക്സ് പ്ലസ് 8 ആയിരുന്നു. ഓർക്കുന്നുണ്ടോ? നമ്മൾ തുടക്കത്തിൽ എഴുതിയതാണ്, ലെറ്റ് വെച്ച് എഴുതിയതാണ്. ബ്രെഡ് ആയിരുന്നു എക്സ്, എക്സ് പ്ലസ് 8 ആണ്. അപ്പൊ എക്സ് എത്രയാണ്? 6. 6ൻ്റെ 8 കൂട്ടിക്ക് 14 സെന്റിമീറ്റർ. കണ്ടോ? നമുക്ക് കിട്ടിയല്ലോ. 6 സെന്റിമീറ്ററിനും 14 സെന്റിമീറ്ററിനും കിട്ടി. ഇത് നിങ്ങൾ ചെയ്യണ്ട, ഞാൻ നിങ്ങളൊന്ന് കാണിക്കുവാണ്. അവർ പറഞ്ഞില്ലേ 40 ആയിരുന്നെന്ന് പെരിമീറ്റർ. ശരിയാണോ നോക്കാം. നമ്മുടെ പെരിമീറ്റർ ഫോർമുല ആയിരുന്നു 2 ഇൻറ്റു L പ്ലസ് ബി ആണ്. വരെ ഇട്ട് കൊടുത്ത് നോക്കിയാൽ L എത്ര കിട്ടി? L 14. ബ്രെഡ് എത്ര കിട്ടി? 6. കണ്ടോ? 2 ഇൻറ്റു 20 ഇൻറ്റു 2 40. നമുക്ക് ആൻസർ കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസേഴ്സ് സെയിം ആണ്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി. നമുക്ക് കറക്റ്റ് ആണ് ആൻസർ. നിങ്ങളൊന്നും പരീക്ഷയ്ക്ക് ചെയ്യണ്ട കേട്ടോ, എക്സാമിനൊന്നും അങ്ങനെ ചെയ്യണ്ട. ഇത് മാത്രം കണ്ടുപിടിച്ച് വെച്ചാൽ മതി. മനസ്സിലായില്ലേ മക്കളെ? ഇതാണ് നമ്മൾ ഫോർമുലയൊന്നും ഉണ്ടാക്കി നമ്മൾ ചെയ്യിപ്പിക്കപ്പോഴും ഇത് വരുന്നതാണ് ഈ പ്രോബ്ലം. ഈ ലെങ്തിന്റെ ബ്രെഡ്ത്തിന്റെ മിക്ക പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അപ്പം മക്കളെ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് 2 പ്രാവശ്യം 3 പ്രാവശ്യം എത്രയും കണ്ടിട്ട് തന്നെ ചെയ്ത് നോക്കുക. കാണുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾ കേട്ട് പഠിച്ചിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പൊ എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് ആ എഴുതുന്ന സമയത്ത് അത് നിങ്ങൾ റെക്ടിഫൈ ചെയ്ത് പോകും കേട്ടോ മക്കളെ. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കണേ. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മക്കളെ. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു.